ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻകാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള HSST കോമേഴ്സിൻ്റെ സിമിലർ ആയിട്ടുള്ള സിലബസ് വരുന്ന അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നുള്ളതിനെക്കാട്ട് കൂടുതലായിട്ട് നമ്മൾ ഓരോ ആൻസറിൻ്റെയും എക്സ്പ്ലനേഷൻ കോഡ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആനുവൽ സെൻസസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ആനുവൽ സെൻസസ് ഏത് ടൈപ്പ് റിസർച്ചിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ബി ഫണ്ടമെൻ്റൽ റിസർച്ച്, സി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഡി കാഷ്വൽ റിസർച്ച്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാരി ഔട്ട് ചെയ്യുന്ന സെൻസസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് റിസർച്ചാണ്? ഓപ്ഷനിൽ ഈ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാരി ഔട്ട് ചെയ്യുന്ന ആനുവൽ സെൻസസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് അറിയണം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇൻവോൾവ്സ് collecting data to describe the characteristics of the population or phenomenon. ഒരു ഫിനോമിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാസിനെ കളക്ട് ചെയ്യുക. അങ്ങനെ അത് ഇൻവോൾവ് ചെയ്യുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് എയിംസ് ടു പ്രൊവൈഡ് എ സ്നാപ്ഷോട്ട് ഓഫ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഡീറ്റെയിലിംഗ് വാട്ട് ആസ്പെക്ട്സ് റാദർ ദാൻ വൈ ഓർ ഹൗ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് എ സ്നാപ്ഷോട്ട് ഓഫ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നാപ്ഷോട്ട് പ്രൊവൈഡ് ചെയ്യുക. എന്താണ് വാട്ട് ആസ്പെക്ട്സ് എന്നുള്ള ഒരു സ്നാപ്ഷോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത്. അല്ലാതെ വൈ അല്ലെങ്കിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കുന്ന റിസർച്ച് അല്ല ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്നാപ്ഷോട്ടാണ്. കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത് ആ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഇതിൻ്റെ സ്നാപ്ഷോട്ട് നൽകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് അതെന്ന് പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ആനുവൽ സെൻസസ് ഇസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പം ഇത് തന്നെയാണ് ആനുവൽ സെൻസസും ചെയ്യുന്നത്. ആനുവൽ സെൻസസിന് അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രൈം എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ പ്രൈം എക്സാമ്പിൾ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് കളക്ട്സ് എ കോംപ്രഹെൻസീവ് ഡാറ്റ എബൌട്ട് ദ പോപ്പുലേഷൻ including information on demographics, housing, employment, education and more. അപ്പോൾ പ്രൈം എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് സെൻസസ്, ആനുവൽ സെൻസസ് എന്ന് പറയുന്നത്. കാരണം ഇത് കളക്ട് ചെയ്യുന്നതാണ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാണ് പോപ്പുലേഷനെ കുറിച്ച്. പോപ്പുലേഷൻ്റെ ഡെമോഗ്രഫിക്സ്, ഹൗസിങ്, എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഇങ്ങനെ മുതലായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള കോംപ്രഹെൻസീവ് ഡാറ്റ കളക്ട് ചെയ്തത് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി പർപ്പസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ള നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് എന്ത്? ആനുവൽ സെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനുവൽ സെൻസസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്രീഫ് ഓവർവ്യൂ ഓഫ് അതർ ടൈപ്സ് ഓഫ് റിസർച്ച്. അപ്പം നമുക്ക് അതർ ടൈപ്പ് ഓഫ് റിസർച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ള റിസർച്ചിൻ്റെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഓരോന്നും നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഓപ്ഷൻ എ ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ടു എക്സ്പ്ലോർ എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ വെർ ലിറ്റിൽ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ. വളരെ കുറച്ച് ഇൻഫോർമേഷൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ കുറിച്ച് വളരെ കുറച്ച് ഇൻഫോർമേഷനേ ഉള്ളൂ,
അപ്പോൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ വളരെ റെയറായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ സിറ്റുവേഷനെ എക്സ്പ്ലോർ ചെയ്യാനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഹെൽപ്സ് ടു ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് ഫോർമുലേറ്റ് ഹൈപ്പോതെസിസ്. The census, which collects extensive and systematic data, does not fit this category. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ല ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഫോർമുലേറ്റ്, ഒരു ഹൈപ്പോസിസ് ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുന്നതെങ്കിൽ സെൻസസ് എന്താ ചെയ്യുന്നത്? എക്സ്റ്റെൻസീവായിട്ട് ഡാറ്റ, സിസ്റ്റമാറ്റിക്കായി ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരിക്കലും എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആവുന്നില്ല. ഇനി അടുത്തത് ഫണ്ടമെൻ്റൽ റിസർച്ച് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബേസിക് ഓർ പ്യുവർ റിസർച്ച്. ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്നറിയപ്പെടുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച് ആണ്. ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പ്യുവർ റിസർച്ച് എന്നും ബേസിക് റിസർച്ച് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നില്ല. അത്തരം റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഫണ്ടമെൻ്റൽ റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് ഓർ പ്യുവർ റിസർച്ച്. ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസും തിയറീസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. പക്ഷേ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? എയിം ടു ഗ്യാദർ പ്രാക്ടിക്കൽ ഡാറ്റ ഫോർ പോളിസി മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ സെൻസസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ എന്താണ് പോപ്പുലേഷൻ്റെ കറണ്ട് സ്റ്റേറ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ ഗവൺമെൻറ്റിന് പോളിസികളൊക്കെ മേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻസസ് എന്ന് പറയുന്ന സ്റ്റഡി വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തല്ല, ഇതൊരു ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ല. ഓർക്കുക, ദ സെൻസസ് എയിംസ് ടു ഗ്യാദർ പ്രാക്ടിക്കൽ ഡാറ്റ ഫോർ പോളിസി മേക്കിങ്ങിന് വേണ്ടി പ്രാക്ടിക്കൽ ഡാറ്റ ഗ്യാദർ ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഡാറ്റ ഗ്യാദർ ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തിയററ്റിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഫണ്ടമെൻ്റൽ റിസർച്ച് ഒരിക്കലും ആവില്ല. ദ നെക്സ്റ്റ് ഓപ്ഷൻ ഡി ആണ് കാഷ്വൽ റിസർച്ച്. കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് സീക്സ് ടു ഐഡൻറ്റിഫൈ cause and effect relationship by manipulating the variable and observing outcomes. അപ്പം വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഔട്ട്കംസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിസർച്ച് ടൈപ്പാണ് കാഷ്വൽ അല്ലെങ്കിൽ കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കോസൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് സീക്സ് ടു ഐഡൻറ്റിഫൈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ശ്രമിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്ത് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഔട്ട്കംസിന് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദ സെൻസസ് ഡസ് നോട്ട് ഇൻവോൾവ് മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ്. നമുക്കറിയാം ഗവൺമെൻറ് നടത്തുന്ന ആനുവൽ സെൻസസിൽ എന്ത് നടക്കുന്നില്ല, വേരിയബിൾസിൻ്റെ മാനിപ്പുലേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ഔട്ട്കത്തിനെ സ്റ്റഡി ചെയ്യുന്ന ഒന്നുമില്ല. അവരെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഒരു ടൈമിലുള്ള പോപ്പുലേഷൻ്റെ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെന്തല്ല, കാഷ്വൽ റിസർച്ച് അല്ലെങ്കിൽ കോസൽ റിസർച്ച് അല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച്, ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് കോസൽ റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഈ 4 റിസർച്ചിനെ കുറിച്ചും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വണ്ണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്തായിരുന്നു? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എയിം ചെയ്യുന്നത് എന്താണ്? എക്സ്പ്ലോർ എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ ആണ്. അതിലെന്താണ്
വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ച് ഇൻസൈറ്റ്സ് ആൻഡ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇനി ഫണ്ടമെൻ്റൽ റിസർച്ച് ആണെങ്കിൽ എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, നമ്മൾ ഒരു തിയററ്റിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തിയററ്റിക്കൽ നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി കോസൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന സെൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ പ്രസൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു പോയിൻ്റ് ഓഫ് ടൈമിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന റിസർച്ച് ആയതുകൊണ്ട് തന്നെ സെൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളിത് കറക്റ്റ് നോക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് പ്രിസീഡ്സ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓപ്ഷൻസ് എ മോഡറേറ്റിംഗ് വേരിയബിൾ, ഓപ്ഷൻ ബി ഇൻ്റർവീനിങ് വേരിയബിൾ, ഓപ്ഷൻ സി എക്സ്ട്രാണമസ് വേരിയബിൾ, ദെൻ ഓപ്ഷൻ ഡി മീഡിയേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻ്റ് ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്